ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന നല്ല നല്ല ടിപ്പായിട്ടാണ്. ഇപ്പോൾ മാങ്കോയുടെ സീസണാണ്. അപ്പോൾ മാങ്ങ ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ പഴുപ്പിക്കാൻ വെക്കാറുണ്ട്. പഴുപ്പിച്ച് വരുന്ന സമയത്ത് അത് പുഴു ആകാറുണ്ട്. അപ്പോൾ ഒട്ടും പുഴു ഒന്നും ഇല്ലാതെ തന്നെ മാങ്ങ പഴുപ്പിക്കുന്ന ടിപ്പായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടെന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീട് ഇടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുതേ. ആദ്യത്തെ ടിപ്പ്, ഞാനിവിടെ മീൻകറി ഓഫാക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇത് അടച്ചു വെക്കുന്നുണ്ട്. നല്ല അത് അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ്. നമ്മൾ ഈ കറി കൂട്ടി ചോറ് കഴിക്കാനാണെങ്കിൽ ഇത് മാത്രം മതി. നല്ല ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഇത് പറയണേ. നമ്മൾ മീൻകറി വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. നമ്മളിപ്പോൾ മീൻകറി വെന്ത് വാങ്ങുന്ന സമയത്ത്, അപ്പോൾ ആ ഗ്യാസ് ഓഫാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയോട് ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ ആ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ മണം മാത്രം അടിച്ചാൽ മതി, നമുക്ക് ഒരു പറ ചോറുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ ചെറുപയറൊക്കെ 1 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്കൊക്കെ നമ്മൾ ഒരുമിച്ച് മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മേടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ ചെറുപാണികളൊക്കെ വരാറുണ്ട്, പുഴുക്കളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ആ ഡപ്പയ്ക്കകത്തോട്ട് ഞാൻ ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് എന്താ ഇട്ട് കൊടുക്കുന്നത് നോക്കാം. അതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്, ചെറുപയറായിക്കോട്ടെ ദാലൊക്കെ ആയിക്കോട്ടെ, ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് ഇതേപോലെ ഒരു ചെറുപാണികളോ പുഴുക്കളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, ഞാനിവിടെ 2 പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ സാധാരണ വലിച്ചെറിയായിരിക്കും. ഇനി അത് അങ്ങനെ ചെയ്ത് നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് യൂസുകളുണ്ട്. അപ്പം ഞാൻ ഇത് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുള്ള കുറേ ഉപയോഗങ്ങൾ ടിപ്സും ഒക്കെ ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം. നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ അതിലൊരു കുപ്പി എടുത്തിട്ട് ഞാൻ ക്യാപ്പിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഞാൻ ഇവിടെ ഇതിൽ കാണുന്ന പോലെ തന്നെ വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ആ കഴുത്ത് ഭാഗം മാത്രം മതി. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല നീറ്റായിട്ട് അത് വെട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ടി കുറവുള്ള ആ ഭാഗമെല്ലാം വെട്ടിക്കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടണം. അപ്പോൾ അത് വെളിയിലോട്ടിരിക്കുന്ന ആ റഫായിട്ടുള്ള ഒക്കെ ഒന്ന് വെട്ടി നല്ല സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. നല്ല വെളിയിലോട്ടിരിക്കുന്ന റഫായിട്ടുള്ള പാട്ടെല്ലാം വെട്ടി കളഞ്ഞ് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. ഇനി മറ്റേ കുപ്പിയുടെ ആ ക്യാപ്പ് മാത്രം ഊരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യാപ്പ് നമ്മൾ ആ വെട്ടിയ ഭാഗമില്ലേ അതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും, അത് ഊരി പോകത്തില്ല. നല്ല പ്രസ്സായിട്ട് അവിടെ ഇരുന്നോളും, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും, അത് ഒട്ടേ അനങ്ങത്തില്ല. എന്നിട്ട് മറ്റേ ക്യാപ്പ് നമ്മൾ ആ പിരിയുള്ള ഭാഗത്തോട്ട് ആ കുപ്പിയുടെ ആ ഒറിജിനൽ കുപ്പിയുടെ ആ പിരിയുള്ള ഭാഗത്തിലെ ക്യാപ്പ് ഇടുന്ന സ്ഥലം അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബോക്സ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇതൊരു ചെറിയ ഡപ്പ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ബട്ടൺസ് സൂക്ഷിച്ച് വെക്കാം, പൊട്ടുകൾ, ചെറിയ കമ്മൽ, കുട്ടികളുടെയൊക്കെ കമ്മൽ സൂക്ഷിച്ച് വെക്കാം. അതേപോലെ യാത്രയൊക്കെ ചെയ്യുന്നവർക്കാണ് സിം കാർഡ് സൂക്ഷിച്ച് വെക്കാം. ഞാനിവിടെ SD കാർഡും അതേപോലെ തന്നെ മൊബൈലിൻ്റെ ആ സിം ഇടുന്ന ഭാഗത്ത് ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ആ സിം ഇടാനായിട്ട് ആ ഒരു പിന്നുമാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്.
അപ്പം നമ്മൾ ഇതുപോലതിനകത്ത് സൂക്ഷിക്കുമ്പം നമ്മൾ എന്ത് സാധനമാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ആ മൊബൈലിൻ്റെ പിന്നായതുകൊണ്ട് SD കാർഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിനകത്തോട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് അല്ലെങ്കിൽ അത് റഫായിട്ടുള്ള ഇതായി പോകുമല്ലോ. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നല്ല അതിന് ഒരു കോട്ടവും പറ്റാതെ സൂക്ഷിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് ടിപ്സും റെസിപ്പീസും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം. അടുത്ത 4ാമത്തെ ടിപ്പ്, ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നു. അത്രയും തന്നെ അളവ് ഞാൻ തണുത്ത വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിനാണേലും നമ്മൾ കൈയിട്ടാൽ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് മാത്രമേ ഉള്ളൂ. വലുതായിട്ടുള്ള ചൂടൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പഴുപ്പിക്കാനായിട്ടൊക്കെ മേടിച്ച് വെക്കുന്ന, നമ്മൾ കടയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ നമ്മുടെ മാവിൽ നിന്ന് കിട്ടുന്ന മാങ്ങ ആയിക്കോട്ടെ, നമുക്ക് അതിന് കിട്ടുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് പഴുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഒട്ടും തന്നെ പുഴുക്കട്ടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എനിക്ക് പഴുപ്പിക്കാൻ വെച്ചിട്ട് ഒരു 10 മാങ്ങ വെച്ചാൽ അതിൽ പകുതി പോലും നമുക്ക് നല്ലതായിട്ട് കിട്ടത്തില്ല. അത് മൊത്തം പുഴുവായി പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണിത്. അതേപോലെ ഒരു മാങ്ങയിൽ പുഴു കണ്ടാൽ മതി, പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരു ഡൗട്ടായിരിക്കും, അതിൽ പുഴു ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ടൊക്കെ ആയിരിക്കും. നമുക്ക് പിന്നെ എടുക്കാനൊന്നും തോന്നത്തില്ല. അപ്പോൾ ഈ രീതി ചെയ്യുവാണെങ്കിൽ അതിൽ ഒട്ടുമേ പുഴുവൊന്നും വരത്തില്ല കേട്ടോ. മാങ്ങയൊക്കെ പൂത്ത് ഉണ്ടായി വരുന്ന സമയത്ത് ഈ പുഴുക്കളൊക്കെ ചെന്ന് അതിൽ കുത്തി മുട്ടയൊക്കെ ഇട്ട് വെക്കും. അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് സിട്രിക് ആസിഡൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അത് അങ്ങനെ ഇരിക്കും, മുട്ട അങ്ങനെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പഴുക്കാൻ തുടങ്ങുന്ന സമയത്ത് സിട്രിക് ആസിഡിൻ്റെ അളവ് കുറയുന്ന സമയത്താണ് ഇങ്ങനെ പുഴുക്കളൊക്കെ വരുന്നത്. അപ്പം ഈ രീതിയിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് ആ വെള്ളത്തിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ തുടച്ചെടുത്തിട്ട് ഒരു ന്യൂസ് പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്തുന്നുണ്ട്. ഓരോന്നും എടുത്ത് സെപ്പറേറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാം കൂടെ കുറേ നമ്മൾ ഒരുമിച്ച് പഴുക്കാൻ വെക്കുവാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്യരുത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പഴുത്ത് പോകും. അപ്പോൾ കുറച്ച് ന്യൂസ് പേപ്പർ വെച്ച് പൊതിയുക, ബാക്കിയുള്ളത് അല്ലാതെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു തുണി ബാഗിനകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരിടത്ത് ഒതുങ്ങിയ സ്ഥലത്ത് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ അത് 2 ദിവസം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പഴുത്ത് വരുന്നതായിരിക്കും. അതേപോലെ മാങ്ങ പെട്ടെന്ന് പഴുക്കാനായിട്ട് നമ്മൾ വൈക്കോലൊക്കെ ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ ഇതുപോലെ മാങ്ങ ഇറക്കി വെക്കാറുണ്ട്. അത് പെട്ടെന്ന് പഴുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ വെക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.